It's tail from let's fly, let's fly. It's tail frog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോക്ക്. നമ്മളിത് കാണാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയിട്ടുള്ള സ്കോച്ചേഴ്സ് എന്ന സിനിമയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. Hey, it's tail frog. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹീറോയിന്റെ വീടാണ് കാണിക്കുന്നത്. ഇന്ന് അവന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ സെന്ററിലിരിക്കുന്ന ബ്ലാക്ക് ടീഷർട്ടിട്ടുള്ള മച്ചാനുണ്ടല്ലോ, അവനാണ് നമ്മുടെ ഹീറോ. അവന്റെ തൊട്ടടുത്തായിട്ടിരിക്കുന്ന പെൺകുട്ടിയുടെ പേര് ഫേ എന്നാണ്. മറ്റവന്റെ പേര് ലൂയിസ് എന്നാണ്. ബിഗ് ഫുട്ട്, യെതി അങ്ങനെയുള്ള മിത്തിക്കൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹീറോയ്ക്ക് ചെറിയ വയസ്സ് മുതൽ അങ്ങനെയുള്ള ബിഗ് ഫുട്ട് നമ്മുടെ ഭൂമിയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അവൻ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ വീട് നിറച്ചും ബിഗ് ഫുട്ടിന്റെ പ്രതിമകളും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഒക്കെ നിറച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ബർത്ത്ഡേന് അന്ന് ഫ്രണ്ട്സിനെയൊക്കെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. എന്നിട്ട് ടിവിയിൽ ബിഗ് ഫുട്ടിനെ പറ്റിയിട്ടുള്ള സിനിമകൾ ഇട്ടിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കാണും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് മാത്രമേ ബിഗ് ഫുട്ട് റിയൽ ആണെന്ന് വിശ്വസിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവന്റെ ഫ്രണ്ട്സ് ഒക്കെ ഈ ഒരു പടം കാണുന്ന സമയത്ത് നല്ല രീതിയിൽ ബോറടിക്കുന്നുണ്ട്. എന്നാലും ഇവന്റെ ബർത്ത്ഡേ അല്ല എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ദിവസം മാത്രം അവൻ പറയുന്നത് കേൾക്കാനായിട്ട് അവർ തയ്യാറാവാണ്. അങ്ങനെ ഇവർ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയപ്പത്തേക്കും വാതിൽ തുറന്നിട്ട് അവന്റെ വേറൊരു ഫ്രണ്ട് വരുന്നുണ്ട്. അവന്റെ പേര് ബ്രാട്ട് എന്നാണ്. അകത്തേക്ക് കയറി വന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ബൈക്കിന്റെ കീ ഇപ്പൊ റൂമിന്റെ ഒരു മൂലയിലേക്ക് എറിയാണ്. നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ബിഗ് ഫുട്ടിന്റെ പ്രതിമേന്റെ മുകളിലേക്ക് ആ ഒരു ചാവി വന്ന് വീഴുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ബ്രെഡിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത്ര ലേറ്റ് ആയത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോ ബ്രെഡ് പറയാണ്, എന്റെ പൊന്നു മോനെ, ഇവിടെ ബിഗ് ഫുട്ടിന്റെ സിനിമയായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്ന് തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നതെന്ന് പറയാണ്. ഇപ്പൊ ഹീറോ പറയാണ്, എടാ തീർന്നിട്ടൊന്നുമില്ല, ക്ലൈമാക്സ് കൂടി ബാക്കിയുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ അടിപൊളി, എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഹീറോ ഇപ്പോ അവൻ എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് വിളിച്ച് അവിടെ കൊണ്ടിരുത്തുന്നുണ്ട്. ഇപ്പൊ സിനിമ കഴിഞ്ഞതും എല്ലാരും കൂടിയിട്ട് ഒരു ടേബിളിന്റെ വട്ടം കൂടി അങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ പയ്യനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുകയാണ്. ഇവരെല്ലാരും തന്നെ ചെറുപ്പം മുതലേ ഒരുമിച്ച് ഒരേ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആ ഒരു സമയം മുതലേ ഇവർ ഇടയ്ക്കിടയ്ക്ക് കാട്ടിലേക്ക് ക്യാമ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകുമായിരുന്നു. അങ്ങനെയുള്ള ഇവരുടെ ഈ ഒരു ടീമിന് സ്ക്വാഡ്ചേഴ്സ് എന്നാണ് പേര് വെച്ചിട്ടുള്ളത്. ആ ഒരു സമയത്ത് ഇവരുടെ ടീമിന് വേണ്ടിയിട്ട് ഹീറോ ഒരു ലോഗോ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലോഗോ കുറച്ചും കൂടി അടിപൊളിയാക്കിയിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ബ്രെഡ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ അവൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഫെയ്പ്പ് അവനോട് പറയുന്നുണ്ട്, ഇത് മാത്രമല്ല, നിനക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ് ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. നിന്റെ 25ാമത്തെ പിറന്നാള് അതൊരിക്കലും മറക്കാത്ത രീതിയിലുള്ള ഒരു ഗിഫ്റ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് കാട്ടിലേക്ക് ബിഗ് ഫുഡിനെ തെരഞ്ഞിട്ട് ഒരു ഹണ്ടിങ്ങിന് പോകണമെന്ന് നീ പറയലുണ്ടായിരുന്നില്ലേ? ഈ പ്രാവശ്യം നമ്മൾ ആ ഒരു ഹണ്ടിങ്ങിന് പോവുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതുകൂടി കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല സന്തോഷമാവുന്നുണ്ട്. അവൻ എണീറ്റ് പോയിട്ട് ഒരു ബോക്സ് എടുത്തിട്ട് വരുന്നുണ്ട്. ഇപ്പോ അത് തുറക്കുന്നതിന് മുന്നേ അവരോട് പറയാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം ഇതുപോലെ ഹണ്ടിങ്ങിന് പോകാനായിട്ട് സമ്മതിക്കുന്ന എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഹണ്ടിങ്ങിന് പോകുന്ന സമയത്ത് വെക്കാനായിട്ടുള്ള ക്യാപ്പുകൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. ഇപ്പൊ ആ ഒരു ബോക്സ് തുറന്നു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവരുടെ ലോഗോ പ്രിന്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്യാപ്പുകൾ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ബ്രെഡിനും ഫേക്കും നല്ല രീതിയിൽ ഡൗട്ട് അടിക്കുകയാണ്. ഇവൻ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ക്യാപ്പൊക്കെ വാങ്ങിച്ചു വെച്ചതെന്ന് അവരിപ്പോ അങ്ങനെ ആലോചിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇവർ ലൂയിസിനെ നോക്കുന്നത്. അവർ ഈ ഒരു സർപ്രൈസ് ആദ്യം തന്നെ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം അറിഞ്ഞപ്പോ ബ്രെഡും ഫേയും കൂട്ടിയിട്ട് അവന്റെ അടുത്ത് നല്ല രീതിയിൽ ചൂടാവാണ്. ലൂയിസ് അപ്പൊ പറയാണ്, എന്തായാലും നമ്മൾ അവനോട് പറയാൻ പോവല്ലേ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ അവർ ബോക്സ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ 5ാമത് ഒരു ക്യാപ്പും കൂടി കാണാണ്. ഈ ക്യാപ്പ് കണ്ടിട്ട് ഇവർ ചോദിക്കുകയാണ്, എടാ നമ്മൾ 4 പേരല്ലേ ഉള്ളൂ, എന്തിനാണ് ഈ ഒരു 5ാമത്തെ ക്യാപ്പ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അവൻ അവരെ നോക്കിയിട്ട് ഒരു ചിരി ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ബാക്കിയുള്ള ടീംസിന് എന്തോ ഒരു അപകടം വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുകയാണ്. അവരിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട്, എടാ മോനെ വേണ്ട, അവനെ മാത്രം നീ വിളിക്കണ്ട, വേറെ ആരാണെങ്കിലും ഒരു കുഴപ്പമില്ല, അവനെ വിളിക്കണ്ട എന്നിങ്ങനെ പറയാണ്. നിങ്ങൾ വിചാരിച്ചത് ശരി തന്നെ, ഞാൻ നേട്ടനെ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യില് കാറില്ലല്ലോ, അവന്റെ അടുത്ത് മാത്രമല്ലേ കാറുള്ളൂ, അത് കാരണം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഗൈസ് എന്ന് പറയാണ്. ഇവന്റെ പേരാണ് നെയ്റ്റ് എന്നുള്ളത്. ഇവരെല്ലാരും ഒരുമിച്ച് തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ ഹീറോ അല്ലാതെ വേറെ ആർക്കും ഇവൻ അത്ര ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ചെറിയൊരു കിളിയാണ്. ഏത് സമയവും ഇങ്ങനെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള വർത്താനം അല്ലാതെ ആശാൻ പറയൂല. അവൻ വന്ന വഴിക്കാണ് നമ്മുടെ ഹീറോയിന്റെ ആ ഒരു ക്യാപ്പ് വാങ്ങിച്ചു വെച്ചിട്ട്, അപ്പൊ എങ്ങനെയാ ഗൈസ് നമുക്ക് പോവല്ലേ എന്നൊക്കെ ഒരു മാതിരി രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിപ്പോ ബാക്കിയുള്ളവരാണെങ്കിൽ ഇന്ന് ഇവന്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് ഇവൻ പറയുന്ന കേക്ക് അല്ലാതെ വേറെ രക്ഷയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ആ ഒരു കാറിലേക്ക് കയറാൻ പോവാണ്. ഡോർ തുറന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഉള്ളില് വല്ലാത്ത സെറ്റപ്പാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് തൽക്കാലം ഉപയോഗിക്കുന്ന ചെയറുകൾ ഉണ്ടാവില്ലേ, ആ ഒരു ചെയറുകളാണ് കാറിന്റെ സീറ്റ് ആയിട്ടുള്ളത്. സീറ്റ് ബെൽറ്റ് ആയിട്ട് കുറച്ച് കയറുകളും ഈ ഒരു സീറ്റിന്റെ മുകളിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ
കണ്ടിട്ട് പോയി നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരാൻ പറ്റിയാൽ മതിയായിരുന്നു ദൈവമേ എന്നൊക്കെ ആലോചിച്ചിട്ട് അവരങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തില് ഇവരുടെ യാത്ര അവിടെ തുടങ്ങുകയാണ്. നമ്മുടെ ലൂയിസ് ഒരുപാട് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ അവന്റെ അടുത്ത് ആ ഒരു സ്നാക്സ് ഒക്കെ ഇപ്പൊ ചോദിച്ചു വാങ്ങുകയാണ്. ഇപ്പൊ എല്ലാവരും കൂടിയിട്ട് ആ സ്നാക്സ് ഒക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് നല്ല ജോളിയായിട്ട് തന്നെ ഇങ്ങനെ പോവുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ആ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവർ പോകുന്ന ഡയറക്ഷനൊക്കെ നേട്ടിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലൂയിസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു ഹോട്ടലിന്റെ മുന്നിൽ വണ്ടി നിർത്താൻ പറയാണ്. ഇത് കേട്ടിട്ട് ബാക്കിയുള്ളവർക്കാണെങ്കിൽ അത്ഭുതമാവുന്നുണ്ട്. എടാ നമ്മളിപ്പോഴല്ലേ സ്നാക്സ് കഴിച്ചത്, ഇപ്പൊ തന്നെ നിനക്ക് വേറെ ഫുഡ് കഴിക്കണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലൂയിസ് പറയാണ്, അതൊക്കെ ചെറിയ ചെറിയ സ്നാക്സ് അല്ലേ, എനിക്കൊരു ഫുൾ മീൽ കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിന്റെ മുന്നിൽ വണ്ടി നിർത്താൻ പറയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറെ സംസാരിച്ചൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ ആശാൻ അടങ്ങുന്ന ലക്ഷണമില്ല. അങ്ങനെ ഒരു കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് വന്നേക്കാണ്. അവിടെ പോയിട്ട് ലൂയിസ് വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്ന സ്ട്രോ ഒക്കെ എടുത്ത് കളിച്ച് ഇപ്പൊ അതൊക്കെ തട്ടിമറിച്ച് നിലത്തേക്ക് ഇടുന്നുണ്ട്. ഇപ്പോ ബാക്കിയുള്ളവർ നമ്മുടെ ഹീറോയിനോട് ചോദിക്കുകയാണ്, എടാ നമ്മുടെ നാട്ടില് ഒരുപാട് കാടുകളില്ലേ, നീ എന്തിനാണ് ഈ ഒരു സ്ഥലം തന്നെ സെലക്ട് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോ പറയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നമ്മുടെ നാട്ടില് ഒരുപാട് കാടുകളുണ്ട്, പക്ഷേ ആ ഒരു കാട്ടിലൊന്നും നമ്മൾ തേടി പോകുന്ന ആ ഒരു ബിഗ് ഫുട്ട് ഇല്ല. ഞാൻ ഈ ഒരു സെലക്ട് ചെയ്ത കാട്ടിൽ വെച്ചിട്ട് 6 തവണ ഒരാൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വേട്ടയ്ക്ക് ഈ ഒരു കാടാണ് ഏറ്റവും പറ്റിയെന്ന് പറയാണ്. റേഞ്ചർ ജോൺ മാൽക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് ഈ ഒരു ബിഗ് ഫുട്ടിനെ ഇവർ പോകുന്ന ആ ഒരു കാട്ടിൽ വെച്ചിട്ട് ഒരു 5-6 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നും ഇയാൾ ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷേ അതൊന്നും സാധിച്ചില്ല എന്നൊക്കെ ഒരുപാട് തവണ ന്യൂസിൽ വന്നിട്ടുള്ളതാണ്. റേഞ്ചർ ഈ ഒരു കാട്ടിലേക്ക് പോയ സമയത്ത് ഉണ്ടായ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഈ ബുക്ക് എഴുതിയിട്ടുള്ള റേഞ്ചർ ജോൺ മാൽക്കത്തിനെ നമ്മുടെ ഹീറോ ഒരു റോൾ മോഡൽ ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ബ്രെറ്റ് അവനോട് ചോദിക്കുകയാണ്, നമ്മൾ ആ ഒരു കാട്ടിലേക്ക് പോയിട്ട് ബിഗ് ഫുട്ടിന്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ട് തെളിവായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേരും പ്രശസ്തിയൊക്കെ നമുക്ക് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫേബ് പറയാണ്, എടാ ഇതൊക്കെ വെറും കെട്ട് കഥയാണ്, നീ ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ്, അത് ആഘോഷിക്കാനായിട്ട് നമ്മൾ ആ ഒരു കാട്ടിലേക്ക് ക്യാമ്പിങ്ങിനായിട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ഇവര് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ അവിടുന്ന് പോവാൻ നിൽക്കുകയാണ്. ലൂയിസ് പോകുന്നതിന് മുന്നേ ഒരു ഡ്രിങ്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൂയിസിന് ഇപ്പോ ആ ഒരു ഡ്രിങ്ക് കൊണ്ട് കൊടുക്കുകയാണ്. അവനാണെന്നുണ്ടെങ്കിൽ നേരത്തെ കളിച്ചിട്ട് ടേബിളിന്റെ മുകളിലുണ്ടായിരുന്ന ആ ഒരു സ്ട്രോ മൊത്തം തട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, സ്ട്രോ ഇല്ലാതെ ഇതിപ്പോ എങ്ങനെ കുടിക്കുന്നു വിചാരിച്ചിട്ട് ആ ഒരു കപ്പം പിടിച്ച് അവനെങ്ങനെ നടക്കുകയാണ്. ഇത് കണ്ടിട്ട് തൊട്ടടുത്തുള്ള ടേബിളിൽ ഉണ്ടായിരുന്ന ഒരുത്തൻ ലൂയിസിനോട് അവരുടെ ടേബിളിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രോ എടുത്തോളാനായിട്ട് പറയാണ്. അവൻ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ആ ഒരു സ്ട്രോ എടുക്കാനായിട്ട് വരികയാണ്. ഇപ്പോ അതും തട്ടിമറിച്ച് എല്ലാം കൂടി നിലത്തേക്ക് കളയുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഇവനെ ഒരുമാതിരി അങ്ങനെ നോക്കുകയാണ്. ഇപ്പൊ ആ ഒരു ടേബിളിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഓർഡർ ചെയ്തിട്ടുള്ള ജ്യൂസ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് സ്ട്രോ ഇല്ലാതെ ഇതെങ്ങനെ കുടിക്കുന്നത് ഇപ്പൊ അവരും ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആരാണ് അവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ലൂയിസിനെ വിളിച്ചു വരുത്തിയ ആളെ കലിപ്പിച്ച് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇവർ പോയിട്ട് ഇവർ ക്യാമ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു കാട്ടിൽ എത്തിയിട്ടുണ്ട്. കാടിന്റെ ഉള്ളിൽ കൂടെ കുറച്ച് ദൂരം ഉള്ളിലേക്ക് പോയിട്ട് ഇവർക്ക് ടെന്റ് അടിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിക്കുകയാണ്. നേട്ടിന് ഈ ഒരു കാട് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവാണ്. ആക്ച്വലി ഫേയും ബ്രെഡും കുറച്ചു കാലത്തിന് മുന്നേ റിലേഷൻഷിപ്പിലായിരുന്നു. എന്നാൽ അവർ ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. ബ്രെഡ് ഇപ്പോ ഫെയിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നമുക്ക് രണ്ടുപേരും കൂടിയിട്ട് ഒരു ടെന്റ് പോരെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഫേവറയാണ്, നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ആയതല്ലേ, അതുകൊണ്ട് അതിനൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയും ലൂയിസും കൂടിയിട്ട് ഒരു ടെന്റ് ഒക്കെ അടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ കയറി ഇരിക്കുന്നുണ്ട്. ലൂയിസ് ഇപ്പൊ ഹീറോയിനോട് ചോദിക്കുകയാണ്, എടാ ഈ ബിഗ് ഫുട്ട് ശരിക്കും ഉണ്ടോ, നമുക്ക് അതിനെ കണ്ടുപിടിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എടാ ജോൺ മാൽക്കത്തിന്റെ ബുക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും ഈ കാട്ടിൽ ബിഗ് ഫുട്ട് ഉണ്ട്. ഞാൻ മരിക്കുന്നതിന് മുന്നേ ഒരു പ്രാവശ്യമെങ്കിലും ബിഗ് ഫുട്ടിനെ എനിക്ക് കാണണം, അതാണ് എന്റെ ജീവിത ലക്ഷ്യം തന്നെ. തീർച്ചയായിട്ടും നമ്മൾ അതിനെ കണ്ടുപിടിച്ചിട്ട് ഫോട്ടോ എടുത്തിരിക്കുന്ന പറയാണ്. ഹീറോ ഇപ്പോ ഒരു ബൈനോക്കുലർ എടുത്തിട്ട് നമ്മുടെ ലൂയിസിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇത് നോക്ക് ബൈനോക്കുലർ, ഇത് വെച്ചിട്ട് ദൂരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് കാണാനായിട്ട് പറ്റും. ഇത് വെറും ഒരു ബൈനോക്കുലർ അല്ല, ഇതിനകത്ത് തെർമൽ സ്കാനർ വരെയുണ്ട്. അത് വെച്ചിട്ട് ഹീറ്റ് സിഗ്നൽ വരെ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്ത് വന്നാലും നേരിടാനായിട്ട് തയ്യാറായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ലൂയിസ് ആ ഒരു ബൈനോക്കുലർ വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന ടെന്റില് നമ്മുടെ ഫേ നിന്നിട്ട് ഡ്രസ്സ് മാറുന്നുണ്ട്. അതിപ്പോ അവൻ കണ്ടോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഹീറോ പറയാണ്, ഇവനെന്താ ആ ഭാഗത്തേക്ക് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഹീറോ ഈ ഒരു ബൈനോക്കുലർ വാങ്ങിയിട്ട് നോക്കുന്നുണ്ട്. അവനും ഇപ്പൊ ആ ഒരു കാഴ്ച കാണുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഇപ്പൊ ഫേയുടെ ടെന്റിലേക്ക് അങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ഇവരുടെ ടെന്റിന്റെ ബാക്ക് സൈഡിലായിട്ട് 2 വലിയ കൈകളുടെ നിഴല് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് രണ്ടുപേരും പേടിച്ച് അങ്ങനെ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഒരു പെൺകുട്ടി ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. പെട്ടെന്ന് അവളങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പേടിക്കുകയാണ്. അത് ആരാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ സിസ്റ്റർ ആയിരുന്നു അത്. ഇവളെ കണ്ടിട്ട് അവനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്കാവാണ്. നീ എപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നേ, അല്ല എങ്ങനെ നീ ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ ഭയങ്കര അതിശയത്തിൽ അവനിങ്ങനെ അവളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ ഞാൻ എങ്ങനെ വന്നതെന്നാണ് നിനക്ക് അറിയേണ്ടത്, നീ പുറത്തേക്ക് വാ ഞാൻ കാണിച്ചു തരാന്ന് പറയുന്നുണ്ട്. പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയുടെ അച്ഛനും അമ്മയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഹീറോ ആണെന്നുണ്ടെങ്കിൽ പുറത്ത് വന്നിട്ട് ഇവരെ കണ്ടിട്ട് നല്ല രീതിയിൽ ഷോക്കാവാണ്. നിങ്ങൾ എന്തിനാ ഇവളെ ഇവിടെ കൊണ്ടുവന്നിട്ടെ, മര്യാദയ്ക്ക് ഇവളെ കൂട്ടിട്ട് പോയിക്കേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് പിന്നെ ഞങ്ങള് ചെറിയൊരു ഹണിമൂണിന് പോവാണ്, ഇപ്പൊ നിന്റെ സിസ്റ്ററിനെ നീ തന്നെ നോക്കണം എന്ന് പറയാണ്. വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ഇപ്പൊ അതിന് ഓക്കെ പറയുന്നുണ്ട്. ഒരു കവറിൽ നിറച്ചും സ്നാക്സും അതുപോലെ തന്നെ കുറച്ച് കയറുകളും അവന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവരിപ്പോ അവിടുന്ന് പോവാണ്. ഇവന്റെ സിസ്റ്ററിന്റെ പേര് ഈവി എന്നാണ്. അവളിപ്പോ കയ്യിലൊരു ടോർച്ചൊക്കെ ആയിട്ട് നമ്മുടെ ഹീറോന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ചേട്ടാ ഇത് നോക്ക് ഞാനും പ്രിപ്പയർ ആയിട്ട് തന്നെയാണ് വന്നിട്ട്
വന്നിട്ടുള്ളത്. ഞാനും നിങ്ങളുടെ സ്കോച്ചേഴ്സ് ടീമിൽ ഒരു മെമ്പർ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ടോർച്ച് വാങ്ങി നോക്കുന്നുണ്ട്. ഇത് എന്തോന്ന് കളറാടി, പിങ്ക് ലൈറ്റുള്ള ടോർച്ചോ? ക്യാമ്പിങ്ങിനൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനത്തെ ടോർച്ചായിട്ടാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാനും എന്റെ ഫ്രണ്ട്സും മാത്രമാണ് സ്കോച്ചേഴ്സ്, നീ ഞങ്ങളുടെ ടീമിലെ മെമ്പർ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ അവിടുന്ന് പോകുന്നുണ്ട്. ആണെന്നുണ്ടെങ്കിൽ തുള്ളിച്ചാടിയിട്ട് ഇപ്പൊ അവന്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. അന്ന് രാത്രി അവരൊരു ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടിട്ട് അതിന് ചുറ്റും ഇരുന്നിട്ട് മാഷ്മെലോ ഇങ്ങനെ ചുട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ലൂയിസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ നല്ലൊരു ഫുഡിയാണല്ലോ. അവന്റെ തൊട്ടടുത്തായിട്ട് ഈവിയും പോയിട്ടിരിക്കുന്നുണ്ട്. അവൾക്കും ഈ ഒരു ഫുഡിങ്ങിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും നല്ല കമ്പനിയാവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ അവിടെ ഇരുന്നിട്ട് ആ ഒരു ബിഗ് ഫുഡിനെ പറ്റിയിട്ടുള്ള കഥകളൊക്കെ ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫേക്കും ബ്രെഡിനൊന്നും ഈ ഒരു ടോപ്പിക്കിൽ അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇന്ന് അവന്റെ ബർത്ത്ഡേ അല്ലേ എന്ന് വിചാരിച്ചിട്ട് അവരിപ്പോ വേറൊന്നും പറയാതെ അവന്റെ കൂടെ തന്നെ കൂടുകയാണ്. ഇവരുടെ ഈ ഒരു സ്കോച്ചേഴ്സ് ടീമിന് ഒരു സോങ് ഉണ്ട്. ആ ഒരു സോങ് ഒക്കെ പാടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരുടേതായിട്ടുള്ള ടെന്റിൽ പോയി കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ലൂയിസ് പുറത്തിപ്പോ എന്തോ ഒരു അനക്കം കേട്ടിട്ട് ഞെട്ടി എണീക്കുന്നുണ്ട്. അവനിപ്പോ നമ്മുടെ ഹീറോയിനെ വിളിച്ച് എണീപ്പിക്കുകയാണ്. പുറത്ത് എന്തോ ഒരു വലിയ രൂപം വന്ന് നിൽക്കുന്നുണ്ടെന്ന് ലൂയിസ് ഇപ്പൊ നമ്മുടെ ഹീറോയിനോട് പറയാണ്. അവൻ എണീറ്റ് നോക്കുന്ന സമയത്ത് പുറത്ത് എന്തോ ഒരു വലിയ രൂപം വന്ന് നിൽക്കുന്നത് അവൻ കാണുന്നുണ്ട്. അവനിപ്പോ ചാടി എണീറ്റിട്ട് അവന്റെ ക്യാമറയായിട്ട് പുറത്തേക്ക് ഓടുകയാണ്. ബിഗ് ഫുട്ട് എവിടെയെന്ന് ഒച്ച ഉണ്ടാക്കിയിട്ട് അവൻ ആ ഒരു ഭാഗം മുഴുവൻ തെരഞ്ഞു നോക്കുന്നുണ്ട്. ഇവന്റെ ഈ ഒരു ഒച്ചയിലർച്ചയൊക്കെ കേട്ടിട്ട് ഫേ എണീറ്റ് വന്നിട്ടുണ്ട്. എന്താടാ നിന്റെ പ്രശ്നം, മര്യാദയ്ക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ സമയക്കിടാന്ന് പറയുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ബിഗ് ഫുട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞിട്ട് അവൻ ടോർച്ച് അടിച്ചിട്ട് 4 ഭാഗം നോക്കുകയാണ്. ഇപ്പൊ ഈ ഒരു ശബ്ദം കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നേട്ടും അവന്റെ ടെന്റിൽ എണീറ്റ് വന്നിട്ടുണ്ട്. എടാ ബിഗ് ഫുട്ട് ഒന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്, നിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനൊന്ന് തെരഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവൻ കാടിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ നേട്ട് പോയിട്ടുള്ള ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെയായിരുന്നു ബിഗ് ഫുട്ടും പോയിട്ടുണ്ടായിരുന്നത്. അതിപ്പോ അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ നേട്ടിനെ അടിച്ച് നിലത്തിട്ടിട്ട് അവനെ എടുത്തിട്ട് അവിടുന്ന് പോവാണ്. അവൻ നിലത്ത് വീണ സമയത്ത് ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. ഈ ഒരു കരച്ചിൽ കേട്ടിട്ട് ലൂയിസ് ബോധം കെട്ട് അവിടെ വീഴാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഈവിനെ ലൂയിസിന് കാവലായിട്ട് അവിടെ നിർത്തിയിട്ട് ഇപ്പോ നേട്ടിനെ തെരഞ്ഞിട്ട് കാടിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇപ്പൊ ഫേയും ഹീറോയും കൂടിയിട്ട് നേട്ട് പോയിട്ടുള്ള ആ ഒരു ഡയറക്ഷനിലൊക്കെ പോയി നോക്കുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് നേട്ടിനെ അവിടെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവം എല്ലാം കഴിഞ്ഞിട്ടാണ് ബ്രേട്ട് എണീറ്റ് വരുന്നത്. അവനിപ്പോ ഓടി വന്നിട്ട് എന്താണ് അവിടെ ഒച്ചയും വിളിയൊക്കെ കേട്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ ഹീറോ ആണെന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞപ്പോഴെങ്കിലും സാർ എണീറ്റ് വന്നല്ലോ, എടാ ബിഗ് ഫുട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ നേട്ടിനെ അവൻ ഇവിടെ എടുത്തിട്ട് പോയിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ തന്നെ ബ്രേട്ട് പറയാണ്, എടാ ബിഗ് ഫുട്ട് അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ വെറും കെട്ടുകഥകളാണ്, നേട്ട് നമ്മളെ പ്രാങ്ക് ചെയ്തായിരിക്കും, രാവിലെ ആകുമ്പോഴത്തേക്കും അവൻ ഇങ്ങോട്ടേക്ക് വന്നോളും, നിങ്ങൾ എല്ലാവരും ഇപ്പൊ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം വിശ്വസിച്ചിട്ട് ഇപ്പൊ എല്ലാവരും കിടന്ന് ഉറങ്ങാണ്. എന്നാൽ നമ്മുടെ ഹീറോ മാത്രം ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. അവൻ ജോൺ മാൽക്ക് എഴുതിയിട്ടുള്ള ആ ഒരു ബുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നേട്ട് തിരിച്ചു വരാത്തത് കൊണ്ട് തന്നെ ഇവര് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാണ്. പോലീസുകാരൊക്കെ ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. അവർക്ക് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പോലീസ് ഓഫീസർ ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഞങ്ങൾ എന്തായാലും അവനെ തെരഞ്ഞു കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാഗത്തുനിന്ന് പോവാണ്. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് പോലീസുകാരെ അത്ര വിശ്വാസം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാർ എന്തായാലും തെരയുന്നുണ്ടല്ലോ, അവര് തെരഞ്ഞോട്ടെ, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ച് നോക്കാന്ന് പറയാണ്. അങ്ങനെ ഇവരുടെ ടീമിലുണ്ടായിരുന്ന എല്ലാരും കൺവിൻസ് ചെയ്തിട്ട് അവരെയും കൂട്ടിയിട്ട് കാടിന്റെ ഉള്ളില് നേട്ടിനെ തെരയാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവർ കുറച്ചു ദൂരം കാടിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോ എല്ലാവരും എല്ലാം നിൽക്കുന്നുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു കാൽപ്പാടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് എല്ലാവരും ഷോക്ക് ആവാണ്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ ക്യാമറ എടുത്തിട്ട് ഈ ഒരു കാൽപ്പാട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോ എല്ലാവരോടും പറയാണ്, ഞാൻ പറഞ്ഞില്ലേ ബിഗ് ഫുട്ട് ഉണ്ടെന്ന്, അതിന്റെ ഫുഡ് പ്രിന്റ്സ് ആണ് ഇതെന്ന് പറഞ്ഞിട്ട് ഇപ്പോ എല്ലാരും കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ലൂയിസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാൽപ്പാട് കണ്ടിട്ട് ഇപ്പൊ അവനോട് പറയാണ്, നിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടാ ഇത് ബിഗ് ഫുട്ട് ഒന്നുമല്ല, ഇത് കരടീന്റെ കാൽപ്പാടാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അതിന് തള്ളിക്കളയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നല്ല ഇടിയും മഴയും തുടങ്ങിയിട്ടുണ്ട്. ഇവർ വേഗം തിരിച്ച് ഇവരുടെ ടെന്റിലേക്ക് തന്നെ വരികയാണ്. ഇപ്പോ ഇവർ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ഫുഡും അതുപോലെ തന്നെ കോഫിയൊക്കെ കഴിച്ചിട്ട് ആ ഒരു ടെന്റിൽ അങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് നേട്ടിനെ കണ്ടുപിടിക്കണമെന്ന് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഫേയും പ്രേട്ടും കൂട്ടിയിട്ട് അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. എടാ നമ്മൾ എന്തായാലും പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ലേ, അവരവനെ തെരഞ്ഞ് കണ്ടുപിടിച്ചോളും, ഞങ്ങളിപ്പോ നമ്മുടെ കാറിൽ പോയി ഇരിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഫേയും പ്രേട്ടും കൂട്ടിയിട്ട് അവരെ കാറിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഹീറോ ഈവിനോടും അവരുടെ കൂടെ പോയിരുന്നോളാൻ പറയാണ്. അവർ പോയ സമയത്ത് ഹീറോ ഇപ്പൊ ലൂയിസിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് അവനെ കൂടിയിട്ട് നേട്ടിനെ തെരയാനായിട്ട് കാടിന്റെ ഉള്ളിലേക്ക് പോവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് കാടിന്റെ ഉള്ളിലേക്ക് കുറച്ചു ദൂരം പോകുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന ലൈറ്റുകൾ ഉപയോഗിച്ചിട്ട് ആ ഒരു ഭാഗം മുഴുവൻ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കാറിൽ ഇരിക്കുന്നുണ്ടായിരുന്ന ഈവിനെ ബ്രേട്ടിനെയും ഫേനെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് കാറിലിരുന്നിട്ട് അങ്ങനെ കഥ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഫേ എന്തോ കണ്ടിട്ട് പേടിക്കുന്നുണ്ട്. അവളിപ്പോ ബാക്കിയുള്ളവരെ കൂടി വിളിച്ചിട്ട് ആ ഒരു കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ്. നോക്കുന്ന സമയത്ത് ബിഗ് ഫുട്ട് ഇവരുടെ തൊട്ടു മുന്നിൽ വന്ന് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈവി ആണെന്നുണ്ടെങ്കിൽ ക്യാമറ എവിടെ, ഇപ്പൊ തന്നെ നമുക്ക് ഫോട്ടോ എടുത്ത് കളയാന്ന് പറഞ്ഞിട്ട് അവള് ക്യാമറ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഫേ പറയുന്നുണ്ട്, നീ ഒന്ന് അടങ്ങിയിരിക്കേ, അത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ ആവത്തായിരിക്കും എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ടീമിന്റെ കയ്യിലും വോക്കി ടോക്കി ഉണ്ട്. ഹീറോ ഇപ്പോ അവന്റെ കയ്യിലുണ്ടായിരുന്ന വോക്കി ടോക്കി ഉപയോഗിച്ചിട്ട് വാനിലിരിക്കുന്ന ഇവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ എത്ര ട്രൈ ചെയ്തിട്ടും റിപ്ലൈ ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ലൂയിസിനെ കൂട്ടിയിട്ട് വാൻ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പോവാണ്. ഇപ്പൊ വാനിലിരിക്കുന്ന ഈവി അവള് എങ്ങനെയൊക്കെയോ തെരഞ്ഞ് ക്യാമറ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു ക്യാമറ വെച്ചിട്ട് ബിഗ് ഫുട്ടിന്റെ ഫോട്ടോ എടുക്കാൻ നോക്കുകയാണ്. ഇവള് ഫോട്ടോ എടുത്ത സമയത്ത് ബിഗ് ഫുട്ടിന്റെ മുഖത്തേക്ക് ആ ഒരു ഫ്ലാഷ് അടിക്കുന്നുണ്ട്. മുഖത്ത് ഫ്ലാഷ് അടിച്ച് അതേ സമയത്ത് തന്നെ അത് പേടിച്ചിട്ട് അവിടുന്ന് പോവുകയാണ്. ഇപ്പോ അത് അവിടുന്ന് പോയി കഴിഞ്ഞപ്പോ എല്ലാവർക്കും കുറച്ച് ധൈര്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. അവരിപ്പോ
ഈവിന്റെ അടുത്ത് ആഹാ നീ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. അപ്പൊ ആ ഒരു ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇവർ ക്യാമറ എടുത്ത് നോക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും പതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നോക്കുന്ന സമയത്ത് ലെൻസിന്റെ ക്യാപ്പ് അഴിക്കാതെയാണ് ഇവള് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഈവി ആണെന്നുണ്ടെങ്കിൽ ആരാടാ ലെൻസിന്റെ ക്യാപ്പ് ഒക്കെ ഇട്ടോക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവളിപ്പോ ആ ഒരു ക്യാമറ തിരിച്ചു മറിച്ച് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവർ വിചാരിച്ചതുപോലെ ആ ഒരു ബിഗ് ഫൂട്ട് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ഇവരുടെ ഈ ഒരു വാനിന്റെ ബാക്ക് സൈഡിൽ അതങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഇവർ ഈ ഒരു വാൻ പിടിച്ചിട്ട് അത് ശക്തമായിട്ട് ഇങ്ങനെ കുലുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വാനിന്റെ ഉള്ളിലിരിക്കുന്ന ഇവര് മൂന്നുപേരും തന്നെ നല്ല രീതിക്ക് പേടിക്കുന്നുണ്ട്. ഇപ്പൊ ബിഗ് ഫൂട്ട് നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഡോർ തുറന്നിട്ട് ഇപ്പൊ മൂന്നെണ്ണവും ആ ഒരു വാനിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അവർ നേരെ വന്നിട്ട് ഇവരുടെ ഈ ഒരു ടെന്റിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ഈവിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പിങ്ക് കളർ ടോർച്ച് അവൾ ഓണാക്കി വെക്കുകയാണ്. ഫെയും ബ്രേട്ടും കൂടിയിട്ട് ആ ഒരു ടോർച്ച് ഓഫ് ആക്കി വെക്കാനൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇവർ ടോർച്ച് ഓഫ് ആക്കുന്നതിന്റെ മുന്നേ തന്നെ ബിഗ് ഫൂട്ട് ആ ഒരു ലൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോ ടെന്റിന് നേരെ വരികയാണ്. ഉള്ളിലിരിക്കുന്ന ഇവർ മൂന്നുപേരും തന്നെ ബിഗ് ഫൂട്ടിന്റെ നിഴൽ കണ്ടിട്ട് നന്നായിട്ട് പേടിക്കുകയാണ്. എന്നാൽ ബിഗ് ഫൂട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരുടെ ടെന്റ് അടിച്ച് നുറുക്കി കളയാണ്. ഇതൊക്കെ കണ്ട് പേടിച്ചിട്ട് ഫേ ബോധം കെട്ട് അവിടെ തന്നെ വീഴാണ്. ഇപ്പൊ ഈവി ഫ്രണ്ടും കൂടിയിട്ട് ആ ഒരു ടെന്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ ഫേനെ വിളിച്ചെണീപ്പിക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷെ എത്ര വിളിച്ചിട്ടും അവൾ എണീക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു സമയത്ത് ബിഗ് ഫൂട്ട് ഇവരുടെ തൊട്ട് ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതിപ്പോ വന്നിട്ട് ഈവിനെ ബ്രേട്ടനെയും അവിടുന്ന് തൂക്കി എടുത്തോണ്ട് പോവാണ്. കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഹീറോയും ലൂയിസും ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. ടെന്റിൽ ഒന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഫേ അവിടെ ബോധം കെട്ടി കിടക്കുന്നതാണ് ഇവർ കാണുന്നത്. അവരിപ്പോ ഫേയെ വിളിച്ച് എണീപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഈവിയും ബ്രേട്ടും എവിടെയെന്ന് ചോദിക്കുകയാണ്. അവളാണെന്നുണ്ടെങ്കിൽ ബോധം വന്ന അതേ സമയത്ത് തന്നെ ബിഗ് ഫൂട്ട് കെട്ടുകഥയൊന്നുമല്ല, ഞാൻ അതിനെ എന്റെ കണ്ണിന് നേരെ കണ്ടു, നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. ഈവി ലൂയിസ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ബിഗ് ഫൂട്ട് അവർ രണ്ടുപേരെയും കൊണ്ടുവന്ന് ഫേ ഇപ്പൊ പറയാണ്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഈവിക്ക് ബോധം വരുന്ന സമയത്ത് ഇവർ ഈ ഒരു കാടിന്റെ ഏതോ ഒരു ഭാഗത്താണ് ഉള്ളത്. ആക്ച്വലി ബിഗ് ഫൂട്ട് ഇവരൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവരെ രണ്ടുപേരും എടുത്തോണ്ട് പോയിട്ട് കാടിന്റെ ഏതോ ഒരു ഭാഗത്ത് വിട്ടിട്ട് അത് അവിടുന്ന് പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഹീറോയിനെ ടീമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു കാട് മുഴുവനും ഇവർക്ക് വേണ്ടി ഈവിക്കും ബ്രേട്ടിനും വേണ്ടി തെരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ എവിടെയും അവരെ കാണാനായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ ഒരു ടെന്റിന്റെ ഭാഗത്തേക്ക് വന്നേക്കാണ്. വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ടെന്റൊക്കെ അടിച്ച് പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ ലൂയിസ് ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോ പറയാണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ജോൺ മാൽക്കത്തിനെ പറ്റിയിട്ട്, ബിഗ് ഫൂട്ടിനെ 6 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ബുക്കൊക്കെ എഴുതിയിട്ടുള്ള ആള്. അയാള് ഈ ഒരു കാട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോ അയാളുടെ അടുത്ത് പോയിട്ട് ഹെൽപ്പ് എടുത്താലോന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ 3 പേരും കൂടിയിട്ട് ജോൺ മാൽക്കത്തിനെ കാണാനായിട്ട് പോവാണ്. ഒരുപാട് ദൂരെയായിരുന്നു അയാളുണ്ടായിരുന്ന ആ ഒരു ലൊക്കേഷൻ. അങ്ങനെ ആ ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ കുറെ ദൂരം ട്രക്ക് ചെയ്ത് പോയിട്ട് ഇപ്പോ ജോൺ മാൽക്കത്തിന്റെ വീടിന്റെ മുന്നിൽ എത്തുന്നുണ്ട്. ഇപ്പോ ഈ ഒരു വീടിന്റെ വാതിൽ തട്ടി നോക്കുകയാണ്. ജോൺ മാൽക്കാണെന്നുണ്ടെങ്കിൽ കയ്യിലൊരു ഷോട്ട് ഗണ്ണൊക്കെ ആയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ജോണിനെ കണ്ടപ്പോ തന്നെ ഇവര് 3 പേരും നല്ല രീതിയിൽ പേടിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളുടെ ബുക്കൊക്കെ വായിച്ചിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം. ഇന്നലെ രാത്രി കാട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ ബിഗ് ഫൂട്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 2 ആളുകളെ ആ ഒരു ബിഗ് ഫൂട്ട് എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ജോൺ ആണെന്നുണ്ടെങ്കിൽ ഇവരെ ഈ ഒരു വീടിന്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജോൺ മാൽക്കം ഒരുപാട് നാളായിട്ട് ഇവിടെ താമസിച്ചിട്ട് ആ ഒരു ബിഗ് ഫൂട്ടിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അയാൾക്ക് എത്ര ശ്രമിച്ചിട്ടും അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇയാൾ പറയുന്നതൊന്നും ആരും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല ഇയാൾ ഇങ്ങനെയുള്ള കഥയൊക്കെ പറഞ്ഞു നടക്കുന്നതുകൊണ്ട് തന്നെ നാട്ടുകാര് ഇയാൾക്ക് പ്രാന്താണെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഫോട്ടോ ഒന്നും എടുക്കുന്നില്ല. നേരെ പോയിട്ട് ആ ഒരു ബിഗ് ഫൂട്ടിനെ ഞാൻ വെടിവെച്ച് കൊല്ലാനായിട്ട് പോവാണ്. എന്നിട്ട് ആ ഒരു ബോഡി എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. അപ്പൊ ഇവന്മാർക്കൊക്കെ വിശ്വാസമാവല്ലോ എന്നൊക്കെ ഇങ്ങനെ ജോൺ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ജോണിനോട് പറയുന്നുണ്ട്, ബിഗ് ഫൂട്ടിനെ കൊല്ലണ്ട, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് അത്ര അപകടകരമായിട്ടുള്ള ജീവിയൊന്നും അല്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഫേ ആണെന്നുണ്ടെങ്കിൽ, നീ എന്ത് വർത്തനാടാ ഈ പറയുന്നത്? നമ്മുടെ 3 ഫ്രണ്ട്സിനെയാണ് ആ ഒരു ബിഗ് ഫൂട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അവർ മരിച്ചോ ജീവനോട് ഇരിക്കുന്നുണ്ടോന്ന് പോലും നമുക്കറിയില്ല. ഈ ഒരു സമയത്ത് നീ ബിഗ് ഫൂട്ടിനെ സപ്പോർട്ട് ചെയ്തിട്ടാണോ സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് വഴക്ക് കൂടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ജോൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഇടപെടുകയാണ്. നിങ്ങൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊന്നും കൂടാൻ നിൽക്കണ്ട, നിങ്ങൾ ഇത്രയും ദൂരമൊക്കെ നടന്നു വന്നതല്ലേ, അതുകൊണ്ട് നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക, നാളെ രാവിലെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാന്ന് പറയാണ്. അയാളുടെ വീട്ടിൽ തന്നെ ഇവരോട് കൂടിക്കോളാൻ പറയാണ്. ഇപ്പൊ നമ്മൾ ഈവിനെ ബ്രേട്ടിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് അവസാനം ഏതോ ഒരു വീടിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അവിടെ ആരും ഇല്ലാന്ന് വിചാരിച്ചിട്ട് ബ്രേട്ട് ഇപ്പോ ഈ ഒരു വീടിന്റെ ഉള്ളിലേക്ക് മെല്ലെ കയറി നോക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ വീടിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പെണ്ണ് അവന്റെ തലയ്ക്ക് അടിച്ചിട്ട് അവനെ ബോധം കെടുത്തി ഇടുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം ആശാന് ബോധം വരുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അവന്റെ പാന്റ് പോലും ഉണ്ടായിരുന്നില്ല. അവനങ്ങനെ ഒരു കൗച്ചിന്റെ മുകളിൽ കിടക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു തലേണ്ണ എടുത്തിട്ട് അവൻ വേഗം മറിക്കുകയാണ്. ആ ഒരു വീട്ടിലുണ്ടായിരുന്ന ലേഡിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്റെ പാന്റൊക്കെ കഴിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നീ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആളല്ലേ, നിന്റെ കയ്യിൽ എന്തെങ്കിലും വെപ്പൺ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാന്റൊക്കെ കഴിച്ചു നോക്കിയത് എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ ആ ഒരു ലേഡി ഇവന്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ഒരുമാതിരി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നീ എന്താ സിംഗിൾ ആണോ? സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു വീട്ടിൽ ഞാൻ താമസിക്കാനായിട്ട് സ്ഥലം കൊടുക്കാറുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ അവന് ഫെയിന് ഇപ്പോഴും ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് തന്നെ ഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടീനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഇങ്ങനെ പറയാണ്. ഇത് കേട്ട ഉടനെ തന്നെ ആ ഒരു ലേഡി ഇവരെ രണ്ടുപേരെയും അടിച്ച് പുറത്താക്കാണ്. ഇപ്പൊ ബ്രെഡും ഈവിയും കൂടിയിട്ട് അന്ന് രാത്രി മുഴുവനും ആ ഒരു തണുപ്പൊക്കെ സഹിച്ചിട്ട് ഒരു മരത്തിന്റെ അടിയിലാണ് കഴിച്ചു കൂട്ടുന്നത്. ഈ ഒരു സമയത്ത് ഈവി ബ്രെഡിനോട് ചോദിക്കുകയാണ്, എടാ നിനക്ക് വെറുതെങ്കിലും ആരും ലവ് ചെയ്യുന്നില്ല എന്നുള്ളത് പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ സുഖമായിട്ട് ആ ഒരു വീടിന്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങായിരുന്നു എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹീറോ ജോൺ മാൽക്കത്തിനെയും കൂട്ടിയിട്ട് ഇവർ ടെന്റ് അടിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവർ
ഇവരെ ആ ഒരു ടെന്റിന്റെ ഭാഗമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് കഴിഞ്ഞ ദിവസം രാത്രി ഈ ഒരു ഭാഗത്തേക്കാണ് ബിഗ് ഫുട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോ തന്നെ ജോൺ ആണെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോ ആയിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബിഗ് ഫുട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇവിടെ എവിടെയും ഒളിച്ചിരിക്കാം, എന്നിട്ട് അത് വരുന്ന സമയത്ത് അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാം. അങ്ങനെ ആ ഒരു ബോഡി പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലോകം മുഴുവനും ഞാൻ ഫേമസ് ആവും. ആദ്യമായിട്ട് ബിഗ് ഫുട്ടിനെ കണ്ടുപിടിച്ച ആള് അത് ഞാനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇയാളെ കാട്ടിക്കൂട്ടുന്നുണ്ട് കഴിഞ്ഞപ്പോ എല്ലാവർക്കും പേടിയാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജോണിന്റെ അടുത്ത് വന്ന് പറയാണ്, അതിന് കൊല്ലാനൊന്നും പാടില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ മാത്രം തിരിച്ചു കിട്ടിയാൽ മതി. അവരെ അന്വേഷിച്ച് പോകാനായിട്ട് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. നിങ്ങൾക്ക് ഫേമസ് ആവണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കോ, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് അന്വേഷിച്ചോളാം എന്ന് പറയാണ്. പക്ഷെ ജോൺ മാൽക്കം എങ്ങോട്ടേക്ക് പോകാനായിട്ട് തയ്യാറല്ലായിരുന്നു. അയാൾ അവിടെ തന്നെ നിൽക്കുകയാണ്. ഹീറോയും ഫെയും ലൂയിസും കൂടിയിട്ട് അയാൾ അവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇവര് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ നിർബന്ധിച്ച് കിട്ടിയപ്പോ ജോണിന് ഇപ്പൊ ഡൗട്ട് ആവാണ്. അയാളിപ്പോ ഇവരുടെ നേരെ തിരിയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഓഹോ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതായത് എന്നെ ഇവിടുന്ന് ഓടിച്ചു വിട്ടിട്ട് ആ ഒരു ബിഗ് ഫുട്ടിനെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പിടിക്കണം. എന്നിട്ട് ഇത്രയും കാലം ഞാൻ ഹാർഡ് വർക്ക് ചെയ്തെല്ലാം ഇല്ലാതാക്കണം. നിങ്ങൾക്ക് ആ ഒരു പേരും പ്രശസ്തിയും അത് നിങ്ങൾക്ക് തട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എന്നെ ഇവിടുന്ന് ഒഴിവാക്കാനായിട്ട് നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇപ്പൊ ഹീറോ ആണെന്നുണ്ടെങ്കിൽ സാർ ഞങ്ങൾ അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞെന്നൊക്കെ അവനിപ്പോ പറഞ്ഞു നോക്കുന്നുണ്ട്. അയാളെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഹീറോ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ജോണിന് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അയാൾ അവസാനം അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് എടുത്തിട്ട് കൊല്ലാനായിട്ട് വരികയാണ്. ജോൺ ഇവർക്ക് നേരെ ഗണ്ണ് ചൂണ്ടാൻ തുടങ്ങിയ ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോ ഒരു വിധത്തിൽ അയാളെ ഉന്തി വിട്ടിട്ട് ഇപ്പൊ ലൂയിസിനെയും ഫെയിനെയും കൂട്ടിയിട്ട് അവിടുന്ന് ഓടി പോവുകയാണ്. ജോൺ ആണെന്നുണ്ടെങ്കിൽ ഇവരെ വിടുന്നുണ്ടായിരുന്നില്ല. ഇവരുടെ പുറകെ ഫോളോ ചെയ്ത് വന്നിട്ട് ഇവരെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവര് കുറെ ദൂരം ഓടുന്നുണ്ട്. തൊട്ട് ബാക്കിൽ ജോൺ വരുന്നുണ്ട്. ഓടി ഓടി മടുത്തിട്ട് അവസാനം എല്ലാവരും ഓരോരോ മരത്തിന്റെ പുറകിൽ ഒളിച്ചു നിൽക്കുകയാണ്. എന്നാൽ ജോൺ അങ്ങോട്ടേക്ക് വന്നിട്ട് ഫെയിനെയും നമ്മുടെ ഹീറോയിനെയും കണ്ടുപിടിക്കുകയാണ്. ജോൺ ഇവരെ നേരെ വെടിവെക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് ബിഗ് ഫുട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജോണ് ഇതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് വന്നിട്ടുണ്ട്, അത് ഈ ഒരു ഭാഗത്ത് എവിടെയും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജോൺ ഡൈവേർട്ട് ആവുകയാണ്. ജോൺ ഇപ്പൊ ബിഗ് ഫുട്ടിനെ നോക്കി നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പില് നമ്മുടെ ഹീറോയും ഫെയും ലൂയിസും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഒരു വിധത്തില് ഇവർ ഓടി ഓടിയിട്ട് ഇവരെ ടെന്റിന്റെ അവിടേക്ക് വന്നിട്ടുണ്ട്. കൈ കെട്ടിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ഈവിയും ബ്രേട്ടും കൂടിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഈവിക്ക് നമ്മുടെ ഹീറോയിനെ കണ്ടു കഴിഞ്ഞപ്പോ ഒരുപാട് സന്തോഷമുണ്ട്. അവൾ തുള്ളിച്ചാടിയിട്ട് ഓടി വന്നിട്ട് നമ്മുടെ ഹീറോയിനെ കെട്ടിപ്പിടിക്കുകയാണ്. രണ്ടുപേരും കൂടി മറിഞ്ഞു കെട്ടി നിലത്തേക്ക് വീഴുന്നുണ്ട്. നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൾ അവനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കുകയാണ്. ഇപ്പൊ ഫെയും ബ്രേട്ടും എല്ലാവരും കൂടി കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാരും കൂടി അവിടുന്ന് പോകാനായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ആ ഒരു സമയത്ത് ജോൺ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ജോൺ ഇപ്പോ എല്ലാവരും ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് അവരെ ഒരു മരത്തിലേക്ക് കെട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇവരെ കൊണ്ടുവന്നിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ ഇവരോട് പറയാണ്, നിങ്ങളെ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ബിഗ് ഫുട്ടിനെ പിടിക്കാൻ പോകുന്നതെന്ന്. ലൂയിസ് ഇപ്പോ ഇയാൾ ആ ഒരു ഫുഡ് കഴിക്കുന്ന കണ്ടിട്ട് അത് ഞാൻ കൊണ്ടുവന്ന് വെച്ച ഫുഡാടാ, അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡാടാ, അത് തീർക്കലേടാന്നൊക്കെ ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പൊ ഫെയിനെ ബ്രേട്ടിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരെയും ഒരു മരത്തിലാണ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ഇവർ വീണ്ടും റിലേഷൻഷിപ്പിലാവുകയാണ്. ഹീറോ ഇപ്പോ ഭയങ്കര ഇമോഷണൽ ആയിട്ട്, ഞാൻ കാരണമാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ ട്രാപ്പായി പോയത്, ഞാൻ ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടായിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരുന്നേനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ആരും റിപ്ലൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ അവൻ ചുറ്റും നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിരുന്ന മരത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇവൻ മാത്രമാണ് അവിടെ നിൽക്കുന്നത്. ഇപ്പോ ആ ഒരു കയറ് പിടിച്ച് വലിച്ചു നോക്കുന്ന സമയത്ത് അത് ഈസി ആയിട്ട് അഴിഞ്ഞു പോരുന്നുണ്ട്. എല്ലാവരും എവിടെ പോയി എന്ന് വിചാരിച്ചിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ആ ഒരു ബിഗ് ഫുട്ട് അവിടെ വന്ന് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇവരുടെ കെട്ടെല്ലാം അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോ ആരാ ഈ ഒരു കെട്ടൊക്കെ അഴിച്ചു വിട്ടെന്ന് വിചാരിച്ചിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ബിഗ് ഫുട്ടിന്റെ കാലം അവൻ കാണുകയാണ്. ഇപ്പൊ കാല് മുതൽ മെല്ലെ മെല്ലെ ഇങ്ങനെ നോക്കി നോക്കി മേലേക്ക് വരികയാണ്. എന്നാൽ ഇവൻ ബിഗ് ഫുട്ടിന്റെ ഫേസിലേക്ക് നോക്കുന്നതിന്റെ മുന്നേ തന്നെ അത് ഇവന്റെ മേത്തേക്ക് ചാടി വീണിട്ട് ഇവൻ അടിച്ച് നോക്കൌട്ട് ചെയ്യാണ്. ഇപ്പോ അവനെ തൂക്കിയെടുത്ത് അവിടുന്ന് പോകുന്നുണ്ട്. അവന് ബോധം വന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ ബിഗ് ഫുട്ട് അവനെ കാടിന്റെ ഏതൊരു ഭാഗത്ത് കൊണ്ടിട്ടിട്ട് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വോക്കി ടോക്കി വെച്ചിട്ട് ഇപ്പൊ അവന്റെ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ്. കുറെ നേരം ശ്രമിച്ചു കഴിഞ്ഞപ്പോ ലൂയിസിനെ ഫെയിനെയും കിട്ടുന്നുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും എവിടെയാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവരവരെ നിൽക്കുന്ന ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് കുറച്ച് ദൂരെയായിട്ട് ഒരു പിങ്ക് കളർ ലൈറ്റ് അടിക്കുന്നത് ഇവർ കാണുന്നത്. ഈ ലൈറ്റ് നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ ലൂയിസും ഫെയും കാണുന്നുണ്ട്. ഈ ലൈറ്റ് കണ്ടപ്പോ തന്നെ അത് ഈവിയുടെ കയ്യിലുള്ള ടോർച്ചിന്റെ ലൈറ്റ് ആണെന്നുള്ളത് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവർ ഈ ലൈറ്റ് അടിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നടക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും തന്നെ ആ ഒരു ലൈറ്റ് കണ്ട ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറച്ചു നേരത്തിന് ശേഷം ആ ഒരു ലൈറ്റ് ഓഫ് ആവാണ്. ഇപ്പൊ എല്ലാ ഭാഗത്തും ഈവി നിന്റെ കയ്യിലുള്ള ആ ഒരു ലൈറ്റ് അടിക്കേ എന്നിങ്ങനെ ഉറക്ക വിളിച്ച് പറയുന്നുണ്ട്. ഇവരിങ്ങനെ എല്ലാ ഭാഗത്തും അലറി വിളിക്കുന്നത് ഇപ്പൊ നമ്മുടെ വില്ലൻ ആയിട്ടുള്ള ജോൺ മാൽക്കം കേൾക്കുകയാണ്. ആക്ച്വലി ബിഗ് ഫുട്ട് എല്ലാവരും എടുത്തിട്ട് പോകുന്ന സമയത്ത് വില്ലൻ ആണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു. ഈ ഒരു ശബ്ദം കേട്ടിട്ടാണ് അയാൾ എണീക്കുന്നത്. ഈ ഒരു ശബ്ദമൊക്കെ ഈവിയും കേൾക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളും ലൈറ്റ് ഓൺ ആക്കുന്നുണ്ട്. അങ്ങനെ എല്ലാരും കൂടിയിട്ട് ഈവി നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇവർ നിൽക്കുന്ന ഭാഗവും അവൾ നിൽക്കുന്ന ഭാഗവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നടുവിലായിട്ട് വലിയൊരു ആഴത്തിലുള്ള ഒരു ട്രെഞ്ചൊക്കെ മാതിരിയുള്ള കുഴി ഉണ്ടായിരുന്നു. അതിന് മുകളിൽ ഒരു മരം അങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ഈ ഒരു മരത്തെ കൂടെ വന്നാൽ മാത്രമേ ഉള്ളൂ ഈവിക്ക് ഇവരുടെ കൂടെ എത്താനായിട്ട് പറ്റുക. ഹീറോ ഇപ്പൊ ഈവിനോട് ആ ഒരു മരത്തിന്റെ മുകളിൽ കൂടി കയറിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വരാനായിട്ട് പറയാണ്. പക്ഷേ ഇവൾക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിയാണ്.
അതുകൊണ്ട് തന്നെ അവൾ വരാനായിട്ട് സമ്മതിക്കുന്നില്ല. ഹീറോ ഇപ്പൊ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവളെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് അവൾ വരാന്ന് തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ മെല്ലെ മെല്ലെ അവൾ ആ ഒരു തടീന്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കുഴി തന്നെ ആയിരുന്നു അത്. അതിലൂടെ ഒരു പുഴയൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. താഴേക്ക് എങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ അതോടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവും. ഈ വിറച്ച് വിറച്ചിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു 2 സ്റ്റെപ്പും കൂടി എടുത്ത് മുന്നിലേക്ക് വെച്ച് അതേ സമയത്ത് തന്നെ അവള് വഴുക്കിയിട്ട് താഴേക്ക് വീഴാൻ പോവാണ്. ഇത് കണ്ടിട്ട് എല്ലാവരും നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. പക്ഷെ ഒരു വിധത്തില് അവൾക്ക് ആ ഒരു തടീന്റെ മുകളിൽ തന്നെ പിടുത്തം കിട്ടിയിട്ടുണ്ട്. 4 കാലില് അവള് മെല്ലെ മെല്ലെ മുന്നോട്ടേക്ക് ഇങ്ങനെ നീങ്ങി വരികയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പേടിച്ചു വിറച്ച് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തില് അവൾ ഇപ്പത്തെ സൈഡിലേക്ക് എത്താനായ ആ ഒരു സമയത്ത് അവൾ തെന്നിട്ട് വീണ്ടും താഴേക്ക് വീഴാണ്. കൃത്യസമയത്ത് തന്നെ നമ്മുടെ ഹീറോ അവളുടെ കയ്യിലേക്ക് കയറി പിടിക്കുന്നുണ്ട്. ഇപ്പോ ഹീറോയിന്റെ കൈ പിടിച്ചിട്ട് അവൾ അവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. എല്ലാവരും കൂടിയിട്ട് ഇപ്പൊ അവളെ വലിച്ചു കയറ്റുന്നുണ്ട്. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ആശ്വാസത്തില് എല്ലാവരും കൂടി കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ജോൺ മാൽക്കം അവിടെ എത്തിയിട്ടുണ്ട്. അയാൾ ഗണ്ണ് ചൂണ്ടിയിട്ട് ഇവരുടെ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. ഹീറോ ഇപ്പൊ അയാളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ പുറകെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്? നിങ്ങളുടെ പേരും പ്രശസ്തിയൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഇവിടുന്ന് പോവാൻ പോവാണെന്നൊക്കെ പറയാണ്. ഞാൻ ആ ഒരു ബിഗ് ഫുട്ടിനെ വെടിവെച്ച് പിടിക്കാനായിട്ട് പോവാണ്, നിങ്ങളാണ് അതിനായിട്ടുള്ള ബെയ്റ്റ്, നിങ്ങളെ വെച്ചിട്ടാണ് ഞാൻ അതിനെ പിടിക്കാൻ പോകുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹീറോ പറയാണ്, അതൊരു പാവം ജീവിയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര മോശമായിട്ടുള്ള ജീവിയൊന്നല്ല, നിങ്ങൾ അതിനെ വെറുതെ വിട്ടേക്ക്, അത് അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ജോൺ മാൽക്കം നിൽക്കുന്നതിന്റെ സൈഡിൽ നിന്നായിട്ട് ഇപ്പൊ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ബിഗ് ഫുട്ട് ആണെന്ന് വിചാരിച്ചിട്ട് അയാൾ ഒന്നും ആലോചിക്കാതെ ആ ഒരു ഭാഗത്തേക്ക് ഷൂട്ട് ചെയ്യാണ്. നോക്കുന്ന സമയത്ത് അത് നേട്ടായിരുന്നു. അവന്റെ ഷോൾഡറിലേക്ക് തന്നെ ആ ഒരു ബുള്ളറ്റ് കയറുകയാണ്. അവനിപ്പോ താഴേക്ക് വീണിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും കൂടിയിട്ട് ഓടി ചെന്നിട്ട് അവൻ എന്തെങ്കിലും പറ്റുമോന്നൊക്കെ നോക്കുന്നുണ്ട്. ഇവൻ ഞങ്ങളുടെ ഫ്രണ്ടാണ്, എന്തിനാ അവനെ ഷൂട്ട് ചെയ്തെന്ന് നമ്മുടെ ഹീറോ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ജോൺ ഇപ്പൊ പറയാണ്, ബിഗ് ഫുട്ട് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു ഭാഗത്തേക്ക് ഷൂട്ട് ചെയ്തത്, അല്ലാതെ ഇവനെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ടല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നേട്ടിന് വേദന സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോന്റെ ഫ്രണ്ട്സ് അവരുടെ കയ്യിലുണ്ടായിരുന്ന മദ്യമൊക്കെ അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അവന് വേദന അറിയാത്ത രീതിയിലേക്ക് അവനെ കൂൾ ഡൗൺ ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജോൺ മാൽക്കാണെന്നുണ്ടെങ്കിൽ ഇരുട്ടത്തുനിന്ന് പെട്ടെന്ന് ഇങ്ങനെ ചാടി വീണെങ്കിൽ ഞാൻ എന്താ വിചാരിക്കുക, അവനെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ടൊന്നല്ല ഞാൻ ഷൂട്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ ജോൺ മാൽക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ എന്തിനോ കണ്ടിട്ട് ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ഫുട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതിപ്പം എല്ലാം വന്നിട്ട് നമ്മുടെ ജോൺ മാൽക്കത്തിന്റെ ബേക്കിൽ അങ്ങനെ നിൽക്കുകയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇത് കേട്ടിട്ട് വില്ലൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. നീ എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അയാൾ തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയ ആ ഒരു സമയത്ത് ബിഗ് ഫുട്ട് അവന്റെ തലയ്ക്ക് ഒരു അടി കൊടുത്തിട്ട് അവന് ബോധം കെടുത്തി അവിടെ ഇടുകയാണ്. ഇപ്പോഴാണ് നമ്മുടെ ഹീറോ ബിഗ് ഫുട്ടിന്റെ ഫേസ് നേരിട്ട് കാണുന്നത്. അവന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇപ്പൊ ബിഗ് ഫുട്ടിനെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ആ ഒരു ക്യാമറ ക്യാമറ എടുക്ക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബിഗ് ഫുട്ട് ഒരുപാട് നേരമൊന്നും അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോ മെല്ലെ ആ ഒരു കാടിന്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് വില്ലനെ അവിടെ ഒരു മരത്തിൽ കെട്ടി വെച്ചേക്കാണ്. മാത്രമല്ല പോലീസുകാരെ വിളിച്ചിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫെയും ബ്രേട്ടും ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഈവിന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ക്യാപ്പ് അത് അവൾക്ക് കൊടുക്കുകയാണ്. ഇനി മുതൽ ഞങ്ങളുടെ ഈ ഒരു ഗ്യാങ്ങില് നീ ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവളെ എണീറ്റിട്ട് നമ്മുടെ ഹീറോനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരുപാട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നേട്ടനെ കാണിക്കുകയാണ്. ബുള്ളറ്റ് കൊണ്ടതിന്റെ വേദന അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവന് നല്ല രീതിയിൽ മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അവനിപ്പോ ഫിറ്റ് ആയിട്ട് അവിടെ കിടന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയ്ക്ക് ഈ ഒരു കാട്ടിൽ നിന്ന് പോവാനേ മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ കുറച്ചു ദൂരം കാടിന്റെ ഉള്ളിലേക്ക് നടന്നിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. കുറച്ചു നേരം അങ്ങനെ നിന്നിട്ട് അവനിപ്പോ അവന്റെ ബാഗൊക്കെ എടുത്തിട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ അതേ സമയത്ത് ബിഗ് ഫുട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ബിഗ് ഫുട്ടിനെ കണ്ടപ്പോ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് എക്സൈറ്റഡ് ആവാണ്. അവന് എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തമുണ്ടായിരുന്നില്ല. അവൻ ഒരു വിധത്തില് ബാഗിന്റെ ഉള്ളിൽ കൈയിട്ടിട്ട് അവൻ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ക്യാമറ പുറത്തെടുക്കുകയാണ്. ഇപ്പോ ബിഗ് ഫുട്ടിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ബിഗ് ഫുട്ട് ഇവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ക്യാമറ തട്ടിപ്പറിച്ചിട്ട് അവന്റെ തന്നെ ഫോട്ടോ എടുക്കുകയാണ്. എന്നിട്ട് ക്യാമറ നിലത്തിട്ടിട്ട് അത് ചവിട്ടി പൊട്ടിച്ചിട്ട് അവിടുന്ന് നടന്നു പോവാണ്. ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. അവൻ ആ ഒരു ക്യാമറ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ബിഗ് ഫുട്ട് എടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോയില് അതിന്റെ 2 വിരൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവര് നാട്ടിലെത്തിയ സമയത്ത് ഈ ഒരു ഫോട്ടോ പത്രക്കാരയിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം ഇറങ്ങിയിട്ടുള്ള പത്രത്തില് ഫ്രണ്ട് പേജിൽ തന്നെ ഈ ഒരു ഫോട്ടോ അടിച്ചു വരികയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്കും ഫ്രണ്ട്സിനും ഒരുപാട് സന്തോഷമാവാണ്. ഈ ഒരു സീനും കാണിച്ചിട്ട് ഈ ഒരു സിനിമ ഇവിടെ കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെച്ചോളൂ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.